ഹോസ്പിറ്റലിൻ്റെ ഗ്ലാസ് വാതിൽ തള്ളി യുവ പുറത്തേക്കിറങ്ങി. പിന്നാലെ അർജുനും. എയർ കണ്ടീഷൻ ചെയ്ത ആശുപത്രിക്കുള്ളിലെ തണുപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങിയതും ഉച്ചവെയിലിൻ്റെ ചൂട് ഇരുവരെയും പൊതിഞ്ഞു. യുവ, ഇനിയെന്താ നിന്റെ പ്ലാൻ? പറയാം. അതിനു മുൻപ് നമുക്കൊരു ചായ കുടിച്ചാലോ? ഈ ഉച്ച നേരത്തോ? അർജുൻ ചോദിച്ചു. അവളുടെ വർത്തമാനം കേട്ടേ എനിക്ക് തലവേദന എടുത്തു. നെറ്റിമല്ലെ തടവിക്കൊണ്ട് യുവ പറഞ്ഞു. അവളെ ശരിക്കും ഒരു അഹങ്കാരി തന്നെ. അച്ഛനെ രക്ഷിച്ചതിന് നന്ദി പറയുന്നതിന് പകരം പറഞ്ഞതൊക്കെ കേട്ടില്ലേ? അർജുൻ തൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇരുവരും ഹോസ്പിറ്റൽ കോമ്പൗണ്ടിന് പുറത്തുള്ള തട്ടുകടയിൽ നിന്ന് ചായ വാങ്ങി നിന്നു. ഒരു സിപ്പ് ചായ കുടിച്ചതിന് ശേഷം യുവ പറഞ്ഞു. ചീഫ് പറഞ്ഞപ്പോൾ അവികാരാത്തോർ അപകടകാരിയാണെന്ന് അറിഞ്ഞിരുന്നു, പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. യുവ പറഞ്ഞത് കേട്ടതും അർജുൻ ഒന്ന് മൂളി. യുവ, സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മനസ്സിൽ വേറെയും ചില പ്ലാൻ ഉണ്ടായിരുന്നു. എന്ത് പ്ലാൻ? യുവ ചോദിച്ചു. അതായത് ഈ പെണ്ണിനെ ഒന്ന് വളച്ചേ വിക്രമിൻ്റെ രഹസ്യം ചോർത്താം എന്നായിരുന്നു. പക്ഷേ ഇവളെ മയിലെണ്ണയല്ല കുയിലെണ്ണ തേച്ചാലും വളയില്ല. അർജുൻ പറഞ്ഞത് കേട്ട് യുവ എന്ന് ചിരിച്ചു. അപ്പോൾ അഞ്ജനയോ? അർജുൻ നെറ്റിയിൽ കൈവച്ചു. അഞ്ജന എൻ്റെ ഫിയാൻസിയാണ്. ഞാൻ ഉദ്ദേശിച്ചതേ നിന്നെയാ. പറ്റുമെങ്കിൽ നിനക്ക് ആ വഴി ഒന്ന് ട്രൈ ചെയ്തൂടെ? അർജുൻ്റെ പറച്ചിൽ കേട്ട് യുവ ചായക്കപ്പ് താഴെ വെച്ചു. നമ്മളിവിടെ വന്നതേ പെണ്ണന്വേഷിക്കാനല്ല, കേസ് അന്വേഷിക്കാനാ. പിന്നെ അവളെ കണ്ടാലേ ആർക്കെങ്കിലും വളക്കാൻ തോന്നും. ഭയങ്കര അഹങ്കാരിയല്ലേ? അർജുൻ ചിരിച്ചു. അപ്പോൾ സാറ് വളക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണ് എങ്ങനെയിരിക്കും? ആലോചിച്ചിട്ടില്ല. യുവ ഒറ്റ വാക്കിൽ മറുപടി നൽകി. അപ്പോൾ ഇന്ന് വരെ ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ? ഇല്ല. അതെന്താ? സമയം കിട്ടിയിട്ടില്ല. ഒരു നിമിഷം നിർത്തിയ ശേഷം യുവ അർജുനെ നോക്കി. നിനക്ക് കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ ടോപ്പിക് ഇവിടെ വിടാം. യുവയുടെ സ്വരത്തിലെ ഗൗരവം മനസ്സിലായതോടെ അർജുൻ വിഷയം മാറ്റാൻ തീരുമാനിച്ചു. അല്പസമയത്തിനു ശേഷം വിക്രമിന് ബോധം തെളിഞ്ഞു. വാർത്ത അറിഞ്ഞതും അവികയും ആദ്യം മുറിയിലേക്കെത്തി. എന്നാൽ അവരെ കണ്ട ഉടനെ വിക്രം ചോദിച്ചത് ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു. ആ പയ്യൻ എവിടെ? അന്നേരം ആദ്യവും അവികയും പരസ്പരം നോക്കിയതല്ലാതെ മറുപടി പറഞ്ഞില്ല. അവരുടെ നിശബ്ദത വിക്രമിൻ്റെ മുഖം കടുപ്പിച്ചു. അയാൾ തൻ്റെ ഗാർഡിനെ ഉറക്കെ വിളിച്ചു. ആ ഉറച്ച ശബ്ദം കേട്ട വിശ്വ വേഗത്തിൽ മുറിയിലേക്ക് ഓടിയെത്തി. വിശ്വ, അവനിങ്ങോട്ട് വിളിക്ക്. വിശ്വ തല കുനിച്ചു നിന്നു. എന്താടോ, കേൾക്കുന്നില്ലേ? കേൾക്കാം സാർ. ആ പയ്യൻ എവിടെ? സാർ, അവർ പോയോ? അതെ സാർ. ഒരു നിമിഷം വിക്രം കണ്ണുകൾ അടച്ചു. പിന്നെ കടുത്ത സ്വരത്തിൽ ചോദിച്ചു. എൻ്റെ ജീവൻ രക്ഷിച്ച ആളെ അങ്ങനെ പറഞ്ഞുവിടാൻ പാടില്ലെന്ന് നിനക്കറിയില്ലായിരുന്നോ? സോറി സാർ, ഞാനല്ല, അങ്ങയുടെ മകളാണ് അവരോട് പോകാൻ പറഞ്ഞത്. ആ വാക്കുകൾ കേട്ടതും വിക്രമിൻ്റെ നോട്ടം പതിയെ അവികയിലേക്ക് തിരിഞ്ഞു. ആ കണ്ണുകൾ നേരിടാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്താ സംഭവിച്ചത് വിശ്വ? വിശ്വ നടന്നതെല്ലാം ഒന്നും മറച്ചു വെക്കാതെ പറഞ്ഞു. അച്ഛാ, അത് പിന്നെ എനിക്ക് അയാളെ കണ്ടപ്പോൾ. അവിക വിശദീകരിക്കാൻ തുടങ്ങിയെങ്കിലും വിക്രം കൈ ഉയർത്തി തടഞ്ഞു. ഒന്നും പറയണ്ട. ശേഷം വിഷയം നോക്കി അദ്ദേഹം ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. 2 ദിവസത്തെ സമയം. അതിനുള്ളിൽ ആ 2 പയ്യന്മാരും എൻ്റെ മുന്നിലുണ്ടാകണം. പ്രത്യേകിച്ച് ആ പയ്യൻ. അവനെ എനിക്ക് കാണണം. ഒരു നിമിഷം നിർത്തിയ ശേഷം അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവൻ മിടുക്കനാ. അങ്ങനെയുള്ള ആളെ ഞാൻ കൈവിടാറില്ല. യെസ് സാർ. വിശ്വ ആദരവോടെ തലകുനിച്ച് പുറത്തേക്ക് നടന്നു. അച്ഛൻ്റെ തീരുമാനം യുവയോടുള്ള താല്പര്യവും അവികയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. അവളുടെ മുഖത്ത് അസ്വസ്ഥത വ്യക്തമായിരുന്നു. 2 ദിവസത്തിനു ശേഷം അന്വേഷണത്തിൻ്റെ ഭാഗമായി നഗരത്തിലെ പല സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങുകയായിരുന്നു യുവയും അർജുനും. അതിനിടയിൽ അല്പം മനസ്സൊന്ന് റിലാക്സ് ചെയ്യാനെന്ന പോലെ ഇരുവരും നഗരവീതിയിലൂടെ വണ്ടി ഓടിച്ചു. അർജുനാണ് ബുള്ളറ്റ് ഓടിക്കുന്നത്. യുവ പിന്നിലിരുന്നിട്ടുണ്ട്. യുവ, എന്നാലും ആ വിക്രം നമ്മളെ ഒന്ന് അന്വേഷിച്ചത് പോലും ഇല്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ വെറുതെ ആവോ? അർജുൻ്റെ ശബ്ദത്തിൽ നിരാശ നിറഞ്ഞിരുന്നു. എടാ, നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ.
എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. യുവ ഒരു ചിരിയോടെ പറഞ്ഞു. ഓ, ACP സാർ ലാലേട്ടൻ ഫാനാണോ? ലാലേട്ടൻ ഇഷ്ടാ, പക്ഷേ ഞാൻ ശ്രീനിയേട്ടൻ ഫാനാണ്. അത് കേട്ട് അർജുൻ ഒന്ന് ചിരിച്ചു. ആ, അത് കൊള്ളാലോ. അല്പനേരം ഇരുവരൊന്നും മിണ്ടിയില്ല. ബുള്ളറ്റിൻ്റെ എഞ്ചിൻ്റെ ശബ്ദവും കാറ്റിൻ്റെ മൂളലും മാത്രം. പെട്ടെന്നാണ് അർജുൻ വീണ്ടും സംസാരിച്ചത്. യുവ, നമുക്കേ എൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വന്നാലോ? ഇവിടെ നിന്ന് ട്രെയിൻ വഴി ട്രിവാൻഡ്രം ഒരു 3.5 മണിക്കൂർ കൊണ്ട് എത്തും. ഈ മിഷൻ തുടങ്ങിയ പിന്നെ ജീവനോടെ തിരിച്ചെത്തുമെന്നൊരു ഉറപ്പുമില്ല. അതിനു മുൻപ് അമ്മയെയും അനിയത്തിയെയും അഞ്ജുവിനെയും ഒന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ട്. ആ വാക്കുകളിൽ തമാശയേക്കാൾ ആത്മാർത്ഥതയുണ്ടായിരുന്നു. യുവ കുറച്ചു നേരം മൗനമായി. അർജുൻ്റെ മനസ്സിലെ ആഗ്രഹം അയാൾക്ക് വ്യക്തമായിരുന്നു. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വികാരങ്ങൾക്ക് വഴങ്ങാൻ കഴിയില്ല. അർജുൻ ആദ്യം എങ്ങനെയെങ്കിലും വിക്രമിൻ്റെ വിശ്വാസം നേടി അവൻ്റെ സഹായത്തിനായി കയറിപ്പറ്റണം. അതിനുശേഷമല്ലേ ബാക്കിയൊക്കെ. അത് കഴിഞ്ഞാൽ നീ വീട്ടിൽ പോയി എല്ലാവരെയും കണ്ടുവരും. അർജുൻ ഉടനെ തല കുലുക്കി. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, പിന്നെ കൂടെ നീയും വരും. അർജുൻ പറഞ്ഞത് കേട്ട് യുവ പുരികമുയർത്തി. ഞാനോ? ആ, അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിന്നെയും കൂട്ടിക്കൊണ്ടേ വരാവൂന്ന്. അർജുൻ്റെ ആ വാക്കുകൾ കേട്ടതും യുവയുടെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ വീട്ടുകാർ തന്നെ സ്വന്തം ആളായി കണ്ടിരിക്കുന്നു എന്ന തോന്നൽ അവൻ്റെ മനസ്സിലൊരു ചെറു ചൂട് പകർന്നു. ശരി, ആദ്യം മിഷൻ, അതിനുശേഷം നിന്റെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, ഡീൽ. അർജുൻ ചിരിച്ചുകൊണ്ട് ബുള്ളറ്റിൻ്റെ വേഗം കൂട്ടി. ആ നേരത്താണ് അവരുടെ മുന്നിൽ ഒരു SUV കാർ വന്ന് നിൽക്കുന്നത്. അർജുൻ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു ഒതുക്കി നിർത്തി. അതിൽ നിന്നും ഇറങ്ങി വരുന്ന വിശ്വയെ കണ്ടതും അർജുൻ്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എടാ വിജയ, നീ പറഞ്ഞ സമയം എത്തിയെന്ന് തോന്നുന്നു. അർജുൻ്റെ ചുണ്ടിലെ ചിരി യുവയിലേക്കും പടർന്നു. വിശ്വ അവരുടെ അരികിലേക്ക് നടന്നു. നിങ്ങളെ വിക്രം സാറിന് കാണണമെന്ന്. കൂട്ടിക്കൊണ്ടു പോവാനാ ഞാൻ വന്നത്. വണ്ടിയിൽ കയറാം, അത്രമാത്രം പറഞ്ഞ് വിശ്വ തങ്ങളുടെ വണ്ടിയിലേക്ക് വിരൽ ചൂണ്ടി. ഞങ്ങൾ പിന്നാലെ വന്നോളാം, നിങ്ങൾ വണ്ടി മുന്നോട്ടെടുത്തോളൂ, യുവ മറുപടി നൽകി. വിശ്വ കൂടുതലൊന്നും പറയാതെ വണ്ടിയിൽ കയറി. വണ്ടി മുന്നോട്ട് നീങ്ങി തുടങ്ങി. പിന്നാലെ അർജുനും യുവയും സഞ്ചരിച്ച ബൈക്കും നീങ്ങി തുടങ്ങി. കൊട്ടാരതുല്യമായ വീടിന് മുന്നിൽ SUV നിന്നതും അർജുൻ ഒരു ഭാഗത്ത് ബുള്ളറ്റ് ഒതുക്കി നിർത്തി. ഇരുവരെയും കൂട്ടി വിശ്വ മുന്നോട്ട് നടന്നു. വിശാലമായ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുള്ള ചെയർ ചൂണ്ടി വിശ്വ ഇരുവരോടും ഇരിക്കാൻ പറഞ്ഞു. വിക്രം സാർ ഇപ്പോൾ വരും എന്നും പറഞ്ഞ് വിശ്വ പോയി. അർജുനും യുവയും വീടും വിശാലമായ പരിസരവും മുഴുവനും കണ്ണോടിച്ചു. എന്താടാ ഇത്, വീടോ അതോ ഇതൊരു ജില്ലയായിട്ട് തന്നെ പ്രഖ്യാപിക്കായിരുന്നു? കള്ളപ്പണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നെന്താ, ഇതല്ല ഇതിനപ്പുറവും ഉണ്ടാക്കാം, അർജുൻ പറഞ്ഞു. യുവ ചുറ്റുമൊന്ന് സൂക്ഷിച്ചു നോക്കി. പുഞ്ചിരി മുഖത്തുണ്ടായിരുന്നുവെങ്കിലും ശബ്ദം വളരെ താഴ്ത്തിയായിരുന്നു. അർജുൻ, ബി കെയർഫുൾ. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ ഇവിടെ എവിടെയെങ്കിലും ക്യാമറയോ മൈക്കോ എന്തെങ്കിലും കാണും. അർജുൻ പെട്ടെന്ന് ചുറ്റും കണ്ണോടിച്ചു. തോട്ടത്തിലെ പല ഭാഗങ്ങളിലും അലങ്കാര ലൈറ്റുകളും കല്ലിൽ തീർത്ത ശില്പങ്ങളും ചെറു ഫൗണ്ടെയിനുകളും കാണാമായിരുന്നു. ഓ, അങ്ങനെയാണോ? വിക്രം ഒരു സാധാരണക്കാരനല്ല. അയാൾ എന്തെങ്കിലും കാണാതെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ചേ പറയാവൂ. അപ്പോൾ ഇനി വായ അടച്ചിരുന്നാൽ മതിയല്ലേ? അർജുൻ പറഞ്ഞു. അതാ നല്ലത്. യുവ ചെറുചിരിയോടെ മറുപടി നൽകി. ഇരുവരും നിശബ്ദരായി ചുറ്റുപാടുകൾ നിരീക്ഷിച്ചു. വിശാലമായ പൂന്തോട്ടത്തിൻ്റെ അറ്റത്തായി കറുത്ത യൂണിഫോമിൽ 2 ജീവനക്കാർ പട്രോളിംഗ് നടത്തുകയായിരുന്നു. വീടിൻ്റെ ഓരോ കോണിലും അത്യാധുനിക CCTV ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നതും യുവയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഗേറ്റിനരികിൽ നിന്നിരുന്ന ഗാർഡുകൾ പോലും അവരുടെ ഓരോ ചലനവും നിരീക്ഷിക്കുന്നതായി തോന്നി. ആ സെക്യൂരിറ്റിയെ കണ്ടോ? യുവ പതിയെ ചോദിച്ചു. ഒരു മന്ത്രിയുടെ വീടിനേക്കാൾ ടൈറ്റാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വന്നതേ ഇപ്പോൾ സംസാരിക്കാനാ, അല്ലാതെ യുദ്ധം തുടങ്ങാനല്ല. അർജുൻ ചിരിയടക്കിക്കൊണ്ട് തലയാട്ടി. അതിനിടയിൽ അഞ്ജനയുടെ കോൾ വന്നതും അർജുൻ നേരിയ ചമ്മലോടെ യുവയെ നോക്കി. നടക്കട്ടെ. യുവ തല കുലുക്കിയതും അർജുൻ അല്പം മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി.
അതേസമയം വീടിൻ്റെ രണ്ടാം നിലയിലെ കോട്ടയാടിൽ നിറഞ്ഞു നിന്ന പൂച്ചെടികൾക്ക് ഹോസ് പൈപ്പിലൂടെ വെള്ളം നനയ്ക്കുകയായിരുന്നു അവിക. ചെടികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിലും താഴെ മുറ്റത്ത് നടക്കുന്ന ഓരോ നീക്കവും ഇടയ്ക്കിടെ അവളുടെ കണ്ണുകളിൽ പതിയുന്നുണ്ടായിരുന്നു. ഇരുന്ന് ചുറ്റുപാടുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന യുവയെ കണ്ട നിമിഷം ആശുപത്രിയിൽ വെച്ച് അവനുമായി നടന്ന വാക്ക് തർക്കം മിന്നൽ പിണറായി അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അന്ന് അവൻ പറഞ്ഞ ഓരോ വാക്കും വീണ്ടും ചെവികളിൽ മുഴങ്ങുന്നത് പോലെ തോന്നി. യുവ അവിടെയുള്ള മാഗസീൻ എടുത്ത് മറിച്ചു തുടങ്ങി. അവയുടെ മുഖത്ത് അറിയാതെ ദേഷ്യത്തിൻ്റെ നിഴൽ പടർന്നു. ചുണ്ടുകൾ മുറുകെ കോർത്തവൾ കയ്യിലിരുന്ന ഹോസ് പൈപ്പ് മെല്ലെ ഉയർത്തി. അടുത്ത നിമിഷം ഒരു ചെറു പ്രതികാരത്തിൻ്റെ കുസൃതിയോടെ അതിൻ്റെ വായ് താഴെ ഗാർഡൻ ചെയറിലിരിക്കുന്ന യുവയ്ക്ക് നേരെ തിരിച്ചു. ശക്തിയായി പാഞ്ഞ വെള്ളച്ചാട്ടം ഒരു നിമിഷം കൊണ്ട് യുവയെ പൊതിഞ്ഞു. മുഖത്തും നെഞ്ചിലും തണുത്ത വെള്ളം പതിഞ്ഞതും അവൻ ഞെട്ടിയുണർന്ന് ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്തായത്? മുഖത്ത് വീണ വെള്ളം കൈകൊണ്ട് തുടച്ചു മാറ്റിക്കൊണ്ട് യുവ ചുറ്റും നോക്കി. തൊട്ടടുത്ത് നിന്നിരുന്ന അർജുൻ ചിരി അടക്കാൻ പാടുപെടുകയായിരുന്നു. യുവ പുരികം ചുളിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി. രണ്ടാം നിലയിലെ കോട്ടയാടിൽ ഹോസ് പൈപ്പ് കയ്യിൽ പിടിച്ചു നിന്നിരുന്ന അവികയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. അവളോ ഒരു വിജയഭാവത്തിൽ പുരികമുയർത്തി അവനെ നോക്കി നിന്നു. അതേസമയം വീട്ടിനുള്ളിലെ വലിയ ഗ്ലാസ് വാതിൽ പതിയെ തുറന്നു. വെളുത്ത ഷർട്ടും കറുത്ത പാൻറ്റും നരച്ച് ഗംഭീരമായ നടപ്പോടെ വിക്രം നടന്നു വന്നു. വിക്രമിൻ്റെ കണ്ണുകൾ നേരെ യുവയിലായിരുന്നു. അയാളെ കണ്ടതും യുവയും അർജുനും ഒന്ന് പുഞ്ചിരിച്ചു. അതേ നിമിഷം അവയുടെ പ്രവൃത്തി വിക്രം കണ്ടിരുന്നു. അയാൾ നനഞ്ഞു നിൽക്കുന്ന യുവയെ നോക്കി. പിന്നെ അവികയ്ക്ക് നേരെ തീക്ഷ്ണമായ നോട്ടം നൽകി. അവിക, താഴെ ഇറങ്ങ്. അയാളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. അച്ഛാ, ഞാൻ ചെടി നനക്കുക. അവിക, കം ഡൗൺ. ഇത്തിരി കനപ്പിച്ചു പറഞ്ഞതും അവിക നേരിയ ഭയത്തോടെ താഴെ ഇറങ്ങി വന്നു. അവിക പതിയെ താഴെ ഇറങ്ങി വിക്രമിൻ്റെ മുന്നിൽ തല കുനിച്ചു നിന്നു. ഒരു നിമിഷം മിണ്ടാതിരുന്ന ശേഷം വിക്രം ശാന്തമായി ചോദിച്ചു, എന്താ അവിക ഇത്? അവൾ, സോറി അച്ഛാ, ഞാൻ തമാശക്ക് ചെയ്തതാ എന്ന് പറഞ്ഞെങ്കിലും വിക്രം അത് അംഗീകരിച്ചില്ല. ഇത് നിന്റെ വീടാണ്, പക്ഷെ അതിഥികളോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ഇയാളോട് മാപ്പ് പറ. ഒരു നിമിഷം മടിച്ചു നിന്ന അവിക പിന്നീട് മനസ്സില്ലാ മനസ്സോടെ യുവയുടെ മുന്നിലെത്തി പതിഞ്ഞ ശബ്ദത്തിൽ സോറി എന്ന് പറഞ്ഞു. യുവയുടെ ചുണ്ടിൽ ഒരു വിജയച്ചിരി വിരിഞ്ഞു. അത് കഴിഞ്ഞ് വിക്രം അവരോട് ഇരിക്കാൻ പറഞ്ഞു. ശേഷം വിക്രം തൻ്റെ നേരെ എതിരെയുള്ള ചെയറിൽ വന്നിരുന്നു. എന്താ നിങ്ങളുടെ പേര്? ഞാൻ യുവാൻ, ഞാൻ അർജുൻ. ഇരുവരും പരിചയപ്പെടുത്തി. എന്തു ചെയ്യുന്നു? നിങ്ങളെ മുൻപെങ്ങും ഞാൻ ഈ നാട്ടിൽ കണ്ടിട്ടില്ല. ഞങ്ങൾ ഈ നാട്ടുകാരല്ല സർ, ട്രിവാൻഡ്ര. ജോലി അന്വേഷിച്ചിങ്ങോട്ട് വന്നതാ, യുവ മറുപടി നൽകി. എന്ത് പണിയാ നിങ്ങൾ അന്വേഷിക്കുന്നത്? വിക്രം ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല സാറ്, നമ്മൾ എന്ത് പണിയും ചെയ്യും. എന്നാൽ പിന്നെ നിങ്ങൾ എൻ്റെ കൂടെ കൊടുക്കോ? എൻ്റെ ജീവൻ രക്ഷിച്ചതിനുള്ള ഒരു ഗിഫ്റ്റായിട്ട് കണ്ടാൽ മതി. ഇന്നു മുതൽ വിക്രം റാത്തോറിൻ്റെ ഇടതും വലതും നിങ്ങളുണ്ടാവണം. വിശ്വ, ആ ഔട്ട് ഹൗസിൻ്റെ കീ ഇവർക്ക് കൊടുത്തേക്ക്. ഇന്ന് തന്നെ 2 പേര് ഇങ്ങോട്ട് താമസം മാറണം. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ബാക്കിയൊക്കെ ഞാൻ മടങ്ങി വന്നിട്ട് സംസാരിക്കാം. അതും പറഞ്ഞ് യുവയുടെ തോളിൽ അയാളൊന്ന് തട്ടി. അതാണ് നമ്മുടെ ഔട്ട് ഹൗസ്. ആ പെട്ടെന്ന് ചെന്ന് ഡ്രസ്സ് മാറിയേക്ക്. അയാളുടെ കൊട്ടാര തുല്യമായ വീടിന് തൊട്ടു മുന്നിൽ ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച ഒരു 2 നില കെട്ടിടം കാട്ടിക്കൊണ്ട് വിക്രം പറഞ്ഞു. അച്ഛാ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? അവിക, ഈ കാര്യത്തിൽ നിൻ്റെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ല. അതും പറഞ്ഞ അയാൾ തൻ്റെ ഗാർഡ്സിനൊപ്പം മുന്നോട്ട് നീങ്ങി. പിന്നീട് കാറിൽ കയറിപ്പോയി. എൻ്റെ കൂടെ വരൂ, ഞാൻ വീട് കാണിക്കാം എന്നും പറഞ്ഞ് വിശ്വ അവരെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. അർജുൻ അയാളുടെ പിന്നാലെ നടന്നു. യുവാൻ തൻ്റെ നനഞ്ഞ മുഖം അമർത്തി തുടച്ചു. അവികയെ ഒന്ന് നോക്കി. ഇതിനൊരിക്കലേ ഞാൻ പകരം വീട്ടിയിരിക്കും. അതും പറഞ്ഞ് നടക്കാൻ ഒരുങ്ങിയ യുവയ്ക്ക് മുന്നിൽ അവിക തടസ്സം നിന്നു. അതിന് ഇയാൾ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? 2 ദിവസത്തിനുള്ളിൽ ഇയാളെ എൻ്റെ അച്ഛൻ തന്നെ പുറത്താക്കും. അതും പറഞ്ഞവൾ അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി അവിടെ നിന്ന് പോയി. ഈ പെണ്ണ് എൻ്റെ കൈക്ക് പണിയുണ്ടാക്കും എന്ന പോലെ യുവ വല്ലാത്ത ഭാവത്തിൽ അവളുടെ പോക്ക് നോക്കി നിന്നു. വിശ്വ അവർക്ക് വിക്രമിൻ്റെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും വിശദമായി പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഇതാണ് മെയിൻ ഹാൾ. അവിടെയാണ് സാറിൻ്റെ ഓഫീസ് വിങ്.
അനുമതിയില്ലാതെ ആ ഭാഗത്തേക്ക് ആരും പോകാറില്ല. പിന്നെ പിന്നിലായി ജിം, ഇൻഡോർ റേഞ്ച്, സെർവർ റൂം, എല്ലായിടത്തും ക്യാമറകളുണ്ട്. യുവ വെറുതെ എന്ന പോലെ തലയാട്ടി. എന്നാൽ ഓരോ വിവരവും മനസ്സിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. ഗസ്റ്റ് ഹൗസിലെത്തിയ ശേഷം വിശ്വ താക്കോൽ കൈമാറി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, വിശ്വ പറഞ്ഞു. ആ താങ്ക്സ് വിശ്വ. വിശ്വ മടങ്ങിപ്പോയതും അർജുൻ വാതിലടച്ച് യുവയുടെ അടുത്തെത്തി. ഡാ, നമുക്ക് കിട്ടിയ അവസരം ചെറിയ കാര്യമല്ല. ആ നിമിഷം യുവ ജനാലയിലൂടെ വിക്രമിൻ്റെ ബംഗ്ലാവിലേക്ക് നോക്കി. പക്ഷേ ഒരു തെറ്റായ നീക്കം മതി എല്ലാം അവസാനിക്കാൻ. ഇനി എന്താ പ്ലാൻ? അർജുൻ പതിയെ ചോദിച്ചു. യുവ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ഇയർബഡ് പോലെയുള്ള ഉപകരണം പുറത്തെടുത്തു. സാധാരണ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പോലെ തോന്നുമെങ്കിലും അതിനുള്ളിൽ അതിസൂക്ഷ്മമായ ഒരു ഓഡിയോ റെക്കോർഡിംഗ് സംവിധാനമുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ആദ്യ നീക്കം. ഇതെവിടെയാ വെക്കുന്നത്? അർജുൻ ചോദിച്ചു. വിക്രമിൻ്റെ ഓഫീസ്. അർജുൻ്റെ മുഖം ഒരു നിമിഷം മങ്ങി. അവിടെ ക്യാമറയും ഗാർഡും ഒക്കെ ഉണ്ടല്ലോ. യുവ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം ഞാനിത് വെക്കും. ബ്ലൈൻഡ് സ്പോട്ടുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപയോഗിച്ച് അകത്ത് കയറാൻ പറ്റും. അർജുൻ തലയാട്ടി. ഇരുവരുടെയും കണ്ണുകളിൽ ഒരേ ലക്ഷ്യം മാത്രം. രാത്രിയിൽ തിരികെ എത്തിയ വിക്രം ഇരുവരോടും അവരുടെ ജോലി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകി. കുറച്ചു സമയം സംസാരിച്ച ശേഷം എല്ലാവരും ഓരോരുത്തരായി മുറികളിലേക്ക് മടങ്ങി. സമയം പതുക്കെ 12 നീങ്ങി. ബംഗ്ലാവിലെ വെളിച്ചം ഒന്നൊന്നായി അണഞ്ഞു തുടങ്ങി. അത് കാത്തിരുന്ന പോലെ കറുത്ത ഹുഡി അണിഞ്ഞ് യുവ ഔട്ട് ഹൗസിൽ നിന്നും ശബ്ദമില്ലാതെ പുറത്തിറങ്ങി. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ മെസ്സേജ് ചെയ്യണം. പോകും മുമ്പ് അർജുനോട് അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അടുത്ത നിമിഷം നേരത്തെ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉപയോഗിച്ച് ക്യാമറകളെ ഒഴിവാക്കി ഒരു നിഴൽ പോലെ വിക്രമിൻ്റെ ബംഗ്ലാവിൻ്റെ പിൻവശത്തേക്ക് നീങ്ങി. ഹൃദയമിടിപ്പ് പോലെ നിയന്ത്രിച്ചുകൊണ്ട് അവൻ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് ഒടുവിൽ വിക്രമിൻ്റെ ഓഫീസ് മുറിയിലെത്തി. കയ്യിലുണ്ടായിരുന്ന റെക്കോർഡിംഗ് ഉപകരണം മുറിയിലെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കോണിൽ ഭദ്രമായി സ്ഥാപിച്ചു. മിഷൻ കഴിഞ്ഞു, മനസ്സിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിറങ്ങാൻ നേരത്താണ് ഇടനാഴിയിൽ കാലച്ച കേൾക്കുന്നത്. യുവയുടെ മുഖം ഗൗരവമായി. അതേസമയം പുറത്തുനിന്ന് വിക്രമിൻ്റെ ശബ്ദവും വ്യക്തമായി കേട്ടു. ഒരു നിമിഷം പോലും കളയാതെ മുന്നിൽ തുറന്നു കിടക്കുന്ന മുറിയിലേക്ക് അവൻ കയറി. അകത്തെ അലങ്കാരങ്ങളും ഭിത്തിയിലെ ചിത്രങ്ങളും കണ്ടത് മാത്രം അവൻ മനസ്സിലാക്കി ഇത് അവികയുടെ മുറിയാണെന്ന്. വാഷ്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുമായിരുന്നു. ഉടൻ തന്നെ പുറത്തേക്ക് തിരിഞ്ഞിറങ്ങാൻ ശ്രമിച്ചെങ്കിലും വാതിലിനടുത്തേക്ക് ആരോ നടന്നു വരുന്നതിന് ശബ്ദം കേട്ടതോടെ മറ്റൊരു വഴിയില്ലാതെ അവൻ കട്ടിലിനടിയിലേക്ക് ഒളിച്ചു. അല്പസമയത്തിനകം ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു. അവി, നിന്റെ കുളി കഴിഞ്ഞില്ലേ? ആ അമ്മ, കഴിഞ്ഞു. ഈ രാത്രി ഇത്രയും വൈകി കുളിക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അത്രയും പറഞ്ഞവർ വാതിലടച്ച് മടങ്ങി. അടുത്ത നിമിഷം വാഷ്റൂമിൻ്റെ വാതിൽ തുറന്നു. കുളി കഴിഞ്ഞ ടവലും ചുറ്റി മറ്റൊരു ടവൽ കൊണ്ട് തല തുടച്ച് അവിക പുറത്തേക്ക് വന്നു. അവൾ മുറിയുടെ വാതിൽ അകത്തു നിന്ന് ലോക്ക് ചെയ്ത ശബ്ദം കേട്ടതും കട്ടിലിനടിയിൽ കിടന്നിരുന്ന യുവ നെറ്റിയിൽ കൈവച്ചു. അയ്യോ, കുടുങ്ങിയല്ലോ. കട്ടിലിനടിയിലെ ഇടുങ്ങിയ സ്ഥലത്ത് ഏറെ നേരം കുത്തിയിരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതോടെ അവൻ പതുക്കെ മലർന്നു കിടന്നു. അവൻ്റെ നോട്ടം ഒരു നിമിഷം കണ്ണാടിക്ക് മുന്നിലേക്ക് നീണ്ടു. ടവലും ചുറ്റി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന അവൾ ദേഹത്തേക്ക് ക്രീം പുരട്ടുന്നുണ്ട്. അവളുടെ കാലവന് ശരിക്കും കാണുന്നുണ്ട്. യുവ പെട്ടെന്ന് നോട്ടം മാറ്റി. ഏത് നേരത്താണോ ഇങ്ങോട്ട് കയറാൻ തോന്നിയത്, അവൻ മനസ്സിൽ പറഞ്ഞു. അടുത്ത നിമിഷം വാർഡ്രോബ് തുറന്ന് അവൾ വസ്ത്രം എടുത്തു. ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. അവൾ വസ്ത്രം മാറുന്നത് കണ്ടതും അടുത്ത നിമിഷം തന്നെ അവൻ മുഖം മറുവശത്തേക്ക് തിരിച്ചു. സ്വയം ശാസിക്കുന്നത് പോലെ അവൻ പിറുപിറുത്തു. കുറച്ചു നേരത്തിന് ശേഷം അവൾക്ക് വസ്ത്രം മാറി കട്ടിലിരുന്ന് ഫോൺ എടുത്തു. ഹലോ ആദി, സംസാരം തുടങ്ങി. യുവ ഒന്നും ശ്രദ്ധിക്കാതിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവളുടെ അടുത്ത വാക്കുകൾ അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. എടാ, ഞാൻ പറഞ്ഞില്ലേ മുംബൈ എയർപോർട്ടിൽ വെച്ച് ഞാൻ അവനെ കണ്ടിട്ടുണ്ടെന്ന്. ഇന്ന് അച്ഛനോട് സംസാരിച്ചത് കേട്ടപ്പോഴേ എവിടെയോ എന്തോ പൊരുത്തക്കേട് തോന്നി. എടാ, എനിക്ക് ഉറപ്പാ അവരെന്തോ ഉദ്ദേശം വെച്ച് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ഒരു നിശബ്ദതയ്ക്ക് ശേഷം അവ തുടർന്നു. നോക്കിക്കോ, തെളിവ് സഹിതം ഞാൻ അവരെ പിടിക്കും. എടാ, ഇന്ന് അച്ഛൻ എന്നോ കൊണ്ടേ അവനോട് സോറി പറയിപ്പിച്ചു.
ഇപ്പോൾ അവനെൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ഇടിച്ച് ഞാൻ പപ്പടമാക്കും. ചെറിയൊരു ചിരിയോടെ അവൾ കൂട്ടിച്ചേർത്തു. ഞാൻ കരാട്ട പഠിച്ചിട്ടുണ്ടെന്ന് അവൻ അറിയില്ലല്ലോ. ആദി, നീ നാളെ ഇങ്ങോട്ട് വാ, ബാക്കി ഞാൻ നേരെ പറയാം. ഗുഡ് നൈറ്റ്. അവൾ കോൾ അവസാനിപ്പിച്ചു. അവളുടെ ഓരോ വാക്കും കേട്ട് യുവക്ക് അങ്ങ് ചൊറിച്ചിൽ കയറി. എന്നെ ഇടിക്കാൻ ഇങ്ങോട്ട് വാ, ഞാൻ നിന്നു തരാം. ഈ സാഹചര്യം അല്ലായിരുന്നെങ്കിലേ ഞാൻ ആരാണെന്ന് കാണിച്ചു തന്നേനെ. മനസ്സിൽ പെറുപിറുത്തുകൊണ്ട് അവൻ പോക്കറ്റിൽ നിന്ന് മറ്റൊരു അതിസൂക്ഷ്മ ഓഡിയോ ഉപകരണം പുറത്തെടുത്തു. അവികയുടെ സംഭാഷണം കേസിന് ഉപകാരപ്പെടും എന്ന് തോന്നിയതിനാൽ കട്ടിലിൻ്റെ അടിഭാഗത്തെ മരപ്പാളികൾക്കിടയിലെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരിടത്ത് അത് ഭദ്രമായി ഉറപ്പിച്ചു. ഉപകരണം പ്രവർത്തനം ആരംഭിച്ചു. ഇനി ശരിയായ സമയം നോക്കി മുറിയിൽ നിന്ന് പുറത്ത് കടക്കുക മാത്രമായിരുന്നു യുവയുടെ അടുത്ത ലക്ഷ്യം. അവിക ഉറങ്ങാതെ കുറേ നേരം പിന്നെയും ഫോണിൽ റീൽ കണ്ടിരുന്നു. ഈ പെണ്ണിന് ഉറക്കമില്ലേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ഉറങ്ങുന്നത് വരെ കാത്തിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവളുടെ ശ്വാസോച്ഛ്വാസം പതിയെ താളത്തിലായി. അവൾ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലായതോടെ അവൻ ശബ്ദമുണ്ടാക്കാതെ മെല്ലെ കട്ടിലിനടിയിൽ നിന്ന് എഴുന്നേറ്റു. അവി ഗാഠനിദ്രയിലായിരുന്നു. വീട്ടിലായതിനാൽ സുഖപ്രദമായ നൈറ്റ് വേഷത്തിലായിരുന്നു അവൾ. മുഖത്തേക്ക് വീണിരുന്ന മുടിയിഴകൾ അവളുടെ മുഖത്തിൻ്റെ പകുതി മറച്ചിരുന്നു. ഒരു നിമിഷം അവൻ അറിയാതെ നോക്കി നിന്നു. ഉറങ്ങുമ്പോഴുള്ള ആ നിഷ്കളങ്കമായ മുഖം കണ്ടതും നേരത്തെ കണ്ട ദൃശ്യങ്ങൾ അവൻ്റെ മനസ്സിൽ അറിയാതെ തെളിഞ്ഞു. ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ തല കുഴഞ്ഞ് നോട്ടം മാറ്റി മുറിവിട്ടിറങ്ങി. വന്നതുപോലെ അതിവിദഗ്ധമായി പുറത്തു കടന്നു. അപ്പോഴും അർജുൻ അവനെയും കാത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. വൈകിയതിൻ്റെ കാര്യം അവൻ അന്വേഷിച്ചു. ചിലതൊഴികെ യുവ നടന്നു നോക്കിയും അവനോട് പറഞ്ഞു. കൂടുതൽ സമയം അവിടെ നിൽക്കാതെ ഇരുവരും അവരുടെ മുറിയിൽ ചെന്ന് കിടന്നു. വെവ്വേറെ മുറിയിലാണ് ഇരുവരും കിടക്കുന്നത്. അർജുന് രാത്രിയിൽ ഇത്തിരി പ്രൈവസി വേണമല്ലോ. ഏറെ വൈകിയതിനാൽ അവൻ അന്ന് അഞ്ജനയോട് സംസാരിച്ചില്ല. പിറ്റേന്ന് രാവിലെ പുലർച്ചെ വെളിച്ചം ഭൂമിയെ തലോടി തുടങ്ങും മുമ്പേ യുവയും അർജുനും ഉണർന്നിരുന്നു. പതിവ് പോലെ ഇരുവരും ജോഗിങ്ങിന് ഇറങ്ങി. തണുത്ത കാറ്റിനെ കീറി മുറിച്ച് കുറച്ച് സമയം കൂടിയ ശേഷം അവർ ഔട്ട് ഹൗസിലേക്ക് തിരികെ എത്തി. വീട്ടിലെത്തിയ ഉടൻ അർജുൻ അടുക്കളയിലേക്ക് കയറി 2 കപ്പ് ചൂട് കോഫി തയ്യാറാക്കി. ഇരുവരും കോഫി കയ്യിലെടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അർജുൻ്റെ ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ അഞ്ജനയുടെ പേര് തെളിഞ്ഞതും അവൻ കോഫി കപ്പുമായി തൻ്റെ മുറിയിലേക്ക് നടന്നു. യുവ തൻ്റെ കോഫിയുമായി നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഔട്ട് ഹൗസിൻ്റെ 2ാം നിലയിലായതിനാൽ അവിടെ നിന്ന് വിക്രമിൻ്റെ ആഡംബര ബംഗ്ലാവും അതിൻ്റെ വിശാലമായ പരിസരവും വ്യക്തമായി കാണാമായിരുന്നു. ഒരു കസേരയിലിരുന്ന് കോഫി നുണഞ്ഞുകൊണ്ട് അവൻ ചുറ്റും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവൻ്റെ ചെവിയിലെ വയർലെസ് ഇയർബഡുകൾ വിക്രമിൻ്റെ ഓഫീസ് മുറിയിലും അവികയുടെ മുറിയിലും രഹസ്യമായി സ്ഥാപിച്ചിരുന്ന അതിസൂക്ഷ്മ റെക്കോർഡിംഗ് ഉപകരണങ്ങളുമായി ബന്ധിപ്പിച്ചിരുന്നു. അവിടെ നിന്നുള്ള ഓരോ ശബ്ദവും ഓരോ സംഭാഷണവും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നുവെങ്കിലും അവൻ്റെ കണ്ണുകൾ ബംഗ്ലാവിൻ്റെ ഓരോ ചലനവും നിരീക്ഷിക്കുകയായിരുന്നു. അതേസമയം വിക്രമിൻ്റെ ബംഗ്ലാവിൻ്റെ 2ാം നിലയിലെ ബാൽക്കണിയിലേക്ക് അവിക നടന്നു വന്നു. യാദൃശ്ചികമായി ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. ഒരു നിമിഷം സമയം നിലച്ചു പോയതുപോലെ അവർ പരസ്പരം നോക്കി നിന്നു. അടുത്ത നിമിഷം തന്നെ ആ നോട്ടം പുച്ഛത്തിലേക്കും വെല്ലുവിളിയിലേക്കും മാറി. വാക്കുകൾ ഒന്നും തന്നെ കൈമാറിയില്ലെങ്കിലും ഇരുവരുടെയും മുഖഭാവം തന്നെ പരസ്പരത്തോടുള്ള വിരോധം വിളിച്ചോതുന്നുണ്ടായിരുന്നു. ജോഗിങ് കഴിഞ്ഞെത്തിയതിനാൽ യുവയുടെ ശരീരത്തിൽ വിയർപ്പ് തുള്ളികൾ തിളങ്ങി നിന്നു. ഷർട്ട് ധരിക്കാത്തതിനാൽ അവൻ്റെ ഉറച്ച ശരീരഘടന വ്യക്തമായിരുന്നു. അവികയുടെ കണ്ണുകൾ ഒരു നിമിഷം അവനിൽ തങ്ങി നിന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൾ മുഖം തിരിച്ചുകൊണ്ട് അനാസക്തി നടിച്ചു. ഒരു വാക്ക് പോലും പറയാതെ അവൾ പതിയെ തിരിഞ്ഞ് തൻ്റെ മുറിക്കുള്ളിലേക്ക് നടന്നു. കോഫി കപ്പ് ചുണ്ടോട് ചേർത്തുകൊണ്ട് അവൻ വീണ്ടും തൻ്റെ ശ്രദ്ധ ബംഗ്ലാവിലേക്കും ചെവിയിൽ മുഴങ്ങുന്ന സംഭാഷണങ്ങളിലേക്കും തിരിച്ചുവിട്ടു. വൃത്തികെട്ടവൻ, ഷർട്ടിടാതെ ബോഡി കാണിച്ച് പെൺകുട്ടികളുടെ മുന്നിൽ നിൽക്കാൻ ഒരു നാണമില്ല. അവിക പറയുന്നത് യുവ തൻ്റെ ചെവിയിലെ ഇയർബഡ്സ് വഴി കേട്ടതും അറിയാതവൻ്റെ ചുണ്ടിൽ ഒരിളം പുഞ്ചിരി പൊട്ടിട്ടു. അടുക്കളയിൽ പാചകത്തിൻ്റെ തിരക്കിലായിരുന്നു യുവയും അർജുനും. 2 പേർക്കും പാചകത്തിൽ നല്ല കയ്യൊപ്പുണ്ടായിരുന്നു. പച്ചക്കറികൾ അരിഞ്ഞും തേങ്ങ തിരുമ്മിയും അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിലും സംസാര വിഷയം കേസായിരുന്നു. ഓരോ സൂചനയും കൂട്ടിച്ചേർത്ത് അടുത്ത നീക്കം എന്താകണം എന്ന ചർച്ചയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് യുവയ്ക്കെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നറിയാനുള്ള ആകാംക്ഷയിൽ അവിക ഔട്ട് ഹൗസിലേക്ക് എത്തിയത്. മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ആരും കാണാതെ അവൾ പതിയെ അകത്തേക്ക് കയറി. അടുക്കളയിൽ നിന്ന് യുവയുടെയും അർജുൻ്റെയും സംസാര ശബ്ദം ചെറുതായി കേൾക്കാമായിരുന്നു.
എന്താ ഇവർ സംസാരിക്കുന്നത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ഒച്ചയില്ലാതെ അടുക്കളയിലേക്ക് നടന്നു. അവിടെയുണ്ടായിരുന്ന ചെറിയ ഫ്ലവർ വേസിൽ അവളുടെ കാൽ തട്ടി. വീടാകെ മുഴങ്ങുന്ന ഒരു ശബ്ദം. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യുവയും അർജുനും ഒരേ സമയം തിരിഞ്ഞു നോക്കി. ഞാനൊന്ന് നോക്കിയിട്ട് വരാം, യുവ പറഞ്ഞു. അവൻ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും പിടിക്കപ്പെടുമെന്ന ഭയത്തിൽ അവിക തിരിഞ്ഞോടി. ലിവിംഗ് റൂമിലെത്തിയതും അവളുടെ അടിയൊന്ന് പതറി. തറയിൽ അവൾ വഴുതി വീണു. അമ്മേ. നേരെ നിലത്തേക്കായിരുന്നു വീണത്. അപ്പോഴേക്ക് അവിടേക്ക് എത്തിയ യുവ നിലത്തിരുന്ന് വേദന കൊണ്ട് മുഖം ചുളിക്കുന്ന അവികയെ കണ്ടതും ചിരി അടക്കാൻ പാടുപെട്ടു. ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി. അത് കണ്ട അവിക കണ്ണുരുട്ടി അവനെ നോക്കി ഒന്ന് എളിച്ച പോലുള്ള മുഖഭാവം കാട്ടി. നീ എന്താ ഇവിടെ? യുവ ഗൗരവത്തോടെ ചോദിച്ചു. ഇത് എൻ്റെ വീടല്ലേ, അപ്പോൾ എനിക്കിവിടെ വരുന്നതിന് എന്താ പ്രശ്നം? അതൊക്കെ മുൻപ്. ഇപ്പോൾ ഇത് ഞങ്ങളുടെ വീടാ. ഇവിടെ അങ്ങനെ കണ്ടവർക്കൊന്നും കയറി ഇറങ്ങാൻ പറ്റില്ല. വീണതിൻ്റെ വേദന കൊണ്ട് അവൾക്ക് അന്നേരം മറുപടി പറയാൻ കഴിഞ്ഞില്ല. അമ്മേ. അവൾ വീണ്ടും കാലിൽ കൈവച്ച് മുഖം ചുളിച്ചു. യുവ കൈകൾ നെഞ്ചിൽ കെട്ടി അവളെ നോക്കി. ഞങ്ങൾ സംസാരിക്കുന്ന ഒളിഞ്ഞു കേൾക്കാൻ വന്നതല്ലേ? അങ്ങനെ തന്നെ വേണം. ആര് പറഞ്ഞു ഞാൻ ഒളിഞ്ഞു കേൾക്കാൻ വന്നയാന്ന്? പിന്നെ ഇതുവഴി ഒരു കുഞ്ഞുകിളി പറന്നു വന്നു. ഞാൻ അതിനെ അന്വേഷിച്ചു വന്നയാ. വായിൽ വന്ന ആദ്യത്തെ നുണ അവളങ്ങ് പറഞ്ഞു. ഓ, അതിനെ അന്വേഷിച്ചു വന്നയാ? അവിക അതേന്ന പോലെ തല കുലുക്കി. അതിനെ ഞങ്ങളങ്ങ് പിടിച്ച് കറി വെച്ചു. വേണേ നിനക്കിത്തിരി കറി തരാം. എനിക്ക് വേണ്ട നിങ്ങളുടെ കറിയൊന്നും. ഇങ്ങനെ നോക്കി നിൽക്കാതെ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കടോ. ആഹാ, എന്നിട്ട് വേണം എന്നെയും തള്ളിയിടാൻ. വേണമെങ്കിലേ തനി എഴുന്നേറ്റ് പോ പെണ്ണെ. ഡോ. ഇത്തവണ അവളുടെ ശബ്ദം പതിഞ്ഞു. ഒന്ന് എഴുന്നേൽപ്പിക്ക്. ഞാൻ വീഴ്ത്തില്ല, വയ്യാത്തോണ്ടല്ലേ. പ്ലീസ്. ആ പ്ലീസ് കേട്ടപ്പോൾ യുവയുടെ മനസ്സ് അല്പം ഒന്ന് മയങ്ങി. ശരി എന്നും പറഞ്ഞവൻ അവൾക്ക് നേരെ കൈ നീട്ടി. പക്ഷേ അതായിരുന്നു അവൾ കാത്തിരുന്നത്. അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് എഴുന്നേൽക്കുന്ന പോലെ നടിച്ചവൾ അടുത്ത നിമിഷം ശക്തിയായി വലിച്ചു. യുവയുടെ ബാലൻസ് തെറ്റി. അവൻ നേരെ അവളുടെ മേലേക്ക് വീണു. ഒരു നിമിഷം രണ്ടുപേരും ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി. അവനെ വീഴ്ത്തണമെന്ന് മാത്രമായിരുന്നു അവികയുടെ ഉദ്ദേശം. പക്ഷേ ഇങ്ങനെ തൻ്റെ മേലേക്ക് തന്നെ വീഴും എന്നവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇപ്പോൾ അവളുടെ മേലെയാണ് അവനുള്ളത്. അവൻ്റെ നിശ്വാസം അവളുടെ മുഖത്ത് പതിഞ്ഞു. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഒരു നിമിഷം കോർത്തു. സ്വയം മറന്നിരുവരും കുറച്ചു നേരം അതുപോലെ നിന്നുപോയി. സ്വബോധത്തിലേക്ക് വന്ന അവൾ വേഗം അവനെ തള്ളി മാറ്റി എഴുന്നേറ്റു. അവൾ മുന്നോട്ട് ഓടാൻ ശ്രമിച്ചു. അപ്പോഴേക്കും യുവ അവളുടെ കണങ്കാലിൽ പിടിച്ചു. ബാലൻസ് നഷ്ടമായ അവിക വീണ്ടും മുന്നോട്ട് വീഴാൻ പോയെങ്കിലും അടുത്തുണ്ടായിരുന്ന സോഫയെ പിടിച്ച് എങ്ങനെയോ നിന്നു. തറയിൽ കിടക്കുന്ന യുവ അപ്പോഴും അവളുടെ കാലിൽ പിടിച്ചിരുന്നു. വിട്, അവൾ പറഞ്ഞു. പക്ഷെ അവൻ വിട്ടില്ല. അവസാനം ദേഷ്യം കയറിയ അവിക അവൻ്റെ വയറിനിട്ട് ഒരു നല്ല ചവിട്ട് കൊടുത്തു. ആഹ്! വേദന കൊണ്ട് യുവ അറിയാതെ നിലവിളിച്ചു. അവൾ ഓടിപ്പോവും മുമ്പ് അവൻ വീണ്ടും അവളുടെ കാലിൽ പിടുത്തമിട്ടു. അതേ നിമിഷം അവൻ്റെ കയ്യിൽ എന്തോ ഒന്ന് തടഞ്ഞു. അവികയുടെ കാലിൽ കിടന്നിരുന്ന സ്വർണ്ണ കൊലുസ്. അതവൻ വിരലിൽ ചുഴറ്റി വലിച്ചു പൊട്ടിച്ചു. അവയുടെ മുഖം ചുളുങ്ങി. ഒരു നിമിഷം യുവ കൊലുസിലേക്ക് നോക്കി. പിന്നെ കുസൃത്ത് ചിരിയോടെ അതെടുത്ത് ഉയർത്തി പിടിച്ചു. അത് കണ്ട് അവികയുടെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്നു. അതിങ്ങതാ. അവൾ കൈ നീട്ടി. യുവ തല കുലുക്കിക്കൊണ്ട് അത് പോക്കറ്റിലിട്ടു. സോറി പറഞ്ഞാൽ തരാം, അവൻ പറഞ്ഞു. അങ്ങനെയാണോ? അവൾ ചുണ്ടുകൂട്ടി. അല്ലാതെ വാങ്ങിക്കാൻ എനിക്കറിയാം. അവൾ അവനെ ഒന്ന് തുറച്ചു നോക്കി. ഇപ്പം ഞാൻ പോകുന്നു, അതും പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു. ഇതെല്ലാം അടുക്കള വാതിലിൽ ചാരി നിന്ന് ഒരു പുഞ്ചിരിയോട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അർജുൻ. ഇങ്ങനെ പോയാൽ ഇവിടെ ചിലതൊക്കെ നടക്കും എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ വീണ്ടും അടുക്കളയിലേക്ക് തിരിഞ്ഞു.